ഗുഡ് മോർണിംഗ്. നിങ്ങളൊരു ടീച്ചറോ ഒരു പാരൻറ്റോ ആണോ? നിങ്ങളുടെ കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ള കുട്ടികളിൽ നിന്നും ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ? ഇത്തരത്തിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തരായവരെ നമ്മൾ എക്സെപ്ഷണൽ ലേണേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത് പലതരത്തിലുള്ള എക്സെപ്ഷൻ ആയിരിക്കാം. ഒരുപക്ഷെ കുട്ടിക്ക് ആവറേജ് ഐക്യുവിനേക്കാൾ കൂടുതൽ ഐക്യു ഉള്ളതായിരിക്കാം. അവരെ നമ്മൾ പൊതുവെ ഗിഫ്റ്റഡ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ ആവറേജ് ഐക്യുവിനേക്കാൾ ലോ ആയിട്ടുള്ള ഐക്യു ഉള്ള കുട്ടികളെയും നമ്മൾ കാണാറുണ്ടല്ലേ. ഇവരെ നമ്മൾ പൊതുവെ സ്ലോ ലേണേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ അക്കാഡമിക് കാര്യങ്ങളിൽ സ്ലോ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ മൈൽഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആണ് ഇവർക്ക് സംഭവിക്കുന്നതെന്നാണ് APA അഥവാ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ആവറേജ് സ്കൂൾ പോപ്പുലേഷനിൽ 15 മുതൽ 17% വരെ വരുന്ന കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും എന്നുകൂടി APA പറഞ്ഞു വെക്കുന്നുണ്ട്. സ്ലോ ലേണേഴ്സിൽ പൊതുവായി കണ്ടുവരുന്ന ചില സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടികൾ പൊതുവെ 80-90 എന്ന് പറയുന്ന ഐക്യുവിനേക്കാൾ ലോ ഐക്യു ആയിരിക്കും പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അഥവാ ഫീച്ചർ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ബേസിക് സ്കില്ലിൽ അവർ ഡെഫിഷ്യൻ്റ് ആയിരിക്കും, അഥവാ ബേസിക് സ്കിൽസ് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതായത് ബേസിക് സ്കിൽസ് ആയിട്ടുള്ള റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റി എന്നീ കാര്യങ്ങളിൽ കുട്ടികൾ പൊതുവെ ഡെഫിഷ്യൻസി പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ ആണ്. സ്പാൻ ഓഫ് അറ്റൻഷൻ ഇന്ന് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. പൊതുവെ ആവറേജ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളിൽ തന്നെ കാണപ്പെടുന്ന സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. ഈ കുട്ടികളെ അപേക്ഷിച്ച് സ്ലോ ലേണേഴ്സിന് അതിലും കുറവായിരിക്കും സ്പാൻ ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതുകൂടാതെ തന്നെ ഇത്തരം കുട്ടികൾ വളരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ചെറിയ കാര്യങ്ങൾ പോലും അവരെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടാൻ കാരണമാക്കുന്നു എന്നുള്ളതാണ്. സ്ലോ ലേണേഴ്സിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവർ പൊതുവെ ഇമ്മച്വർ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് കമ്പനി കൂടുന്നതിന് പകരം കൂടുതൽ യങ്ങറായിട്ടുള്ള ഇളയ കുട്ടികളോടായിരിക്കും ഇവർക്ക് അടുപ്പം കൂടുതലുണ്ടാകുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ അവരുടെ സ്പീഡിനോടൊപ്പം അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ഓടിയെത്താൻ സ്ലോ ലേണേഴ്സിൽ പറ്റില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് വീക്ക് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനോ അത് പൂർണ്ണമായിട്ടും ഗ്രഹിച്ചെടുക്കാനോ അതുപോലെ തന്നെ പിന്നീട് ഒരു അവസരത്തിൽ പെട്ടെന്ന് റീകോൾ ചെയ്യാനോ ഇത്തരത്തിലുള്ള സ്ലോ ലേണേഴ്സിന് പറ്റിയെന്ന് വരില്ല. പിന്നെ പറഞ്ഞു വെക്കാനുള്ളത് സ്ലോ ലേണേഴ്സ് പൊതുവെ അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും സ്ലോ ആയിരിക്കുക. മറ്റുള്ള സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് അതുമല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം ഈ കുട്ടികൾക്ക് നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇവരുടെ സ്ലോ പേസ് എന്ന് പറഞ്ഞു വെക്കാൻ പറ്റും. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പൊതുവെ കാണപ്പെടുന്നത് കുട്ടികളിൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടികൾ പഠിക്കാൻ പിറകിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾ വളരെ പിറകിലാണ് എന്ന് പറയുന്ന ഒരു ധാരണ ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരൻസും കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് കുട്ടികളിൽ കോൺഫിഡൻസ് കുറക്കുന്നതിനും അല്ലെങ്കിൽ അവരിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നതിനും പ്രധാനപ്പെട്ട കാരണമായി മാറാറുണ്ട്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആരാണ് സ്ലോ ലേണേഴ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാമാണ് ചർച്ച ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ സ്ലോ ലേണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ടീച്ചർക്ക് എങ്ങനെ ക്ലാസ്സിലെ കുട്ടികൾ സ്ലോ ആണ്, പഠിക്കാൻ സ്ലോ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒരു ടീച്ചർക്ക് കുട്ടിയുടെ ക്ലാസ്സിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിഹേവിയർ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള ക്ലാസ് റൂമിലെ അല്ലെങ്കിൽ സ്കൂളിലെ ബിഹേവിയർ വെച്ചിട്ട് ടീച്ചർക്ക് കുട്ടിയെ സ്ലോ ലേണർ ആണോ അല്ലയോ നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ക്യാരക്ടേഴ്സ് മുന്നേ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ക്യാരക്ടേഴ്സ് എല്ലാം കുട്ടികളിലുണ്ടോ എന്ന് ടീച്ചർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഒരു കുട്ടിയിൽ ഒരു 4-5 മാസത്തോളം കുട്ടിയിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടി സ്ലോ ലേണർ ആണ് എന്നുള്ള കാര്യം.
രണ്ടാമത്തെ ടെസ്റ്റാണ് സ്കോളാസ്റ്റിക് ടെസ്റ്റ്. അതായത് ടീച്ചർക്ക് കുട്ടികളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ക്ലാസ്സിൽ നടത്താം. അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അരിത്തമാറ്റിക് ടെസ്റ്റുകൾ, റീഡിങ്, റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ തുടങ്ങിയ ടെസ്റ്റുകൾ ടീച്ചർക്ക് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ അറിവ് അവിടെ സ്പെസിഫിക് ആയിട്ട് ലേണിംഗ് പ്രോബ്ലംസ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടെസ്റ്റുകളിലെല്ലാം വീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളായിരിക്കും മിക്കവാറും സ്ലോ ലേണേഴ്സിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൂടെ ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര സ്ലോ ലേണേഴ്സ്, ഏതെല്ലാം കുട്ടികളാണ് സ്ലോ ലേണേഴ്സ് എന്നുള്ളത്. ദെൻ മൂന്നാമത്തെ ഒരു മെത്തേഡായിട്ട് പറയുന്നത് കേസ് സ്റ്റഡീസ് ആണ്. അതായത് ഒരു കുട്ടിയെ ടീച്ചർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ടീച്ചർക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ കുട്ടിയെ ഒരു കേസായിട്ട് എടുത്തിട്ട് ആ കുട്ടിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവൻ്റെ ഫാമിലി ഹിസ്റ്ററി, ഏർലി ലൈഫ്, ദെൻ ഫാമിലി എൻവയോൺമെൻറ്റ്, ഈ വക കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു കേസായിട്ട് തന്നെ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ലേണിംഗ് ബിഹേവിയർ, അതുപോലെ ഡിഫിക്കൽട്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒബ്സർവേഷൻ. Now we will be discussing about the educational provisions for slow learners. First of all, teacher should provide carefully guided instruction. അഥവാ പഠന പ്രവർത്തനങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായും കൂടുതൽ സമയമെടുത്തും ആവർത്തനത്തിലൂടെയും പഠിപ്പിക്കണം. We should use concrete and simple materials and give positive reinforcement instead of negative remarks. Then ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും ലേണിംഗ് നീഡ്സിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ് മാറ്റം വരുത്തണം. 1-to-1 ട്യൂട്ടറിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ എന്നിവ വഴി കൂടുതൽ ശ്രദ്ധ നൽകാവുന്നതാണ്. ദെൻ കംസ് റെമഡിയൽ ടീച്ചിങ്. ഇവിടെ ടീച്ചർ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ റെമഡിയൽ ക്ലാസ്സസ് നൽകുകയും വേണം. വി ക്യാൻ യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് ടു മേക്ക് കൺസെപ്റ്റ് ക്ലിയർ. ഇനി ഇൻ ടേംസ് ഓഫ് ക്ലാസ് റൂം ഓർഗനൈസേഷൻ, ക്ലാസ് സൈസ് ചെറുതാക്കണം സോ ദാറ്റ് ദ ടീച്ചർ സ്റ്റുഡൻറ് ഇൻട്രാക്ഷൻ വിൽ ബി ബെറ്റർ. നെക്സ്റ്റ്, കരിക്കുലം അഡാപ്ഷൻ. കോർ സബ്ജക്ട്സ് ലൈക്ക് language and mathematics should be balanced with the creative and practical subjects, and activities should connect learning with the life experiences and practical skills. Finally, teachers should give encouragement for social and personal growth. വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് കോൺഫിഡൻസ്, കോഓപ്പറേഷൻ ആൻഡ് സെൽഫ് എസ്റ്റീം എന്നിവ വളർത്തേണ്ടത് അത്യാവശ്യമാണ്. So, with these educational provisions, slow learners can achieve meaningful learning and overall development.